നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും വൈകാരികമായതും അതുപോലെ തന്നെ പ്രവചനാതീതമാകുന്നതും ആണ് എന്ന് വിശ്വസിക്കാൻ ഇവിടുത്തെ മലയാളികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും ഒരു പ്രസക്തമായ കാര്യമുണ്ട്. വിവിധ ചാനലുകൾ നടത്തുന്ന സർവേകൾ, ആ സർവേകളിൽ ഒക്കെ മുൻതൂക്കം UDF കൊടുത്താൽ പോലും അങ്ങനെ UDF നേതാക്കൾ പ്രവർത്തനരഹിതമായി അല്ല ഇരിക്കുന്നത്. UDF എന്ന് പറയുമ്പോൾ ഒരു മിഷനറി പ്രോസസ്സ് അതിനകത്ത് കൃത്യമായി വർക്കൗട്ട് ആകുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന വോട്ടുകൾ ഈ രാജ്യത്തിനുള്ള ശക്തമായ BJPക്കെതിരെയുള്ള മറുപടി കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വോട്ട് ചെയ്തതുകൊണ്ട് ഒരു പ്രാദേശിക പാർട്ടിക്ക് കൊടുക്കുന്ന വോട്ട് മാത്രമായി അതിനെ കരുതപ്പെടാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് CPMനും CPIക്കും മറ്റ് അതിനകത്തുള്ള ഘടകകക്ഷികൾക്കും പാർട്ടികൾക്കുമൊക്കെ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ തുടർച്ചയായി ജനങ്ങൾ വിജയിപ്പിക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? ന്യൂനപക്ഷ ഏകീകരണമാണ് അവിടെ സംഭവിക്കുന്നതെന്ന് K മുരളീധരൻ വടകരയിൽ ജയിച്ച സമയത്ത് തന്നെ അദ്ദേഹം വിളിച്ച് പറഞ്ഞതാണ്. അത് സത്യവുമാണ് ഒരു പരിധി വരെ. കാരണം ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും പറഞ്ഞാണല്ലോ. അപ്പോൾ ഈ രാജ്യത്തെ ഭൂരിപക്ഷം ആളുകളോടൊപ്പം നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ അല്ല, നിങ്ങൾ ന്യൂനപക്ഷക്കാരാണ് എന്ന് പറഞ്ഞ് മാറ്റണം എന്ന് ശ്രമിക്കുന്നവരെ സ്വാഭാവികമായും തള്ളിക്കളയാൻ കേരളത്തിനെ കൊണ്ട് മാത്രമേ, മതനിരപേക്ഷതയിൽ ശക്തമായി നിൽക്കുന്ന കേരളത്തിനെ കൊണ്ട് മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ശക്തി. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനോട് ഏറ്റുമുട്ടുമ്പോൾ തോൽക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ദേശീയ വിഷയങ്ങളൊന്നുമല്ല അവിടെ പ്രസക്തമാകുന്നത്. ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നിലനിൽപ്പിൻ്റെ പ്രശ്നമായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവിടെയാണ് കോൺഗ്രസ് ജയം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. സംസ്ഥാന നിയമസഭയിലും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുമൊക്കെ ചിലപ്പോഴൊക്കെ പരാജയങ്ങളുടെ ഒരു തുടർക്കഥയായി തന്നെ കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നെങ്കിൽ പോലും ദേശീയ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മിന്നും വിജയം നേടുന്നത് ഇതൊക്കെ കൊണ്ടാണ്, ഈ ഫാക്ടേഴ്സ് കൊണ്ടാണ്. രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ സ്നേഹത്തോടെ ജനങ്ങൾ 4.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം നയിക്കുന്ന ടീമിനെ എങ്ങനെയും ഈ ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം കേരളം കാണിക്കുന്നതാണ്. കേരളത്തിൻ്റെ കയ്യിൽ 20-ൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതും അവർക്ക് തന്നെ പോയിനെ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. 80 സീറ്റുള്ള UPയോ അല്ലെങ്കിൽ 48 സീറ്റുള്ള മഹാരാഷ്ട്രയോ അല്ലെങ്കിൽ 42 സീറ്റുള്ള ബംഗാളോ പോലെ ആയില്ലല്ലോ കേരളം. കേരളത്തിലാകെ 20 സീറ്റുകളല്ലേ ഉള്ളൂ. 2029 മണ്ഡല പുനർനിർണയം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മണ്ഡലങ്ങൾ കൂടുന്ന ഒരു സംവിധാനത്തിലേക്കും പോകും എന്നുള്ള കാര്യമുണ്ട്. കാരണം സെൻസസും പുതിയ കാര്യങ്ങളും ഒക്കെ വരും. ആ സമയത്ത് കൃത്യമായി പറയട്ടെ, ലോക്സഭയിൽ 700-ലധികം സീറ്റുകൾ കാണും എന്നുള്ളത് നമുക്ക് നിഷ്പക്ഷമായി പറയാൻ കഴിയും. അവിടെ പ്രതിപക്ഷത്ത് കോൺഗ്രസ് വീണ്ടും വരാതെ ഒരു തവണയെങ്കിലും ഭരണപക്ഷത്തേക്ക് തിരിച്ച് വീണ്ടും അധികാരത്തിലേക്ക് വന്നാൽ മാത്രമേ ഈ ജനാധിപത്യം അതുപോലെ തന്നെ സർവൈവ് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർ.